നിലക്കടല വെച്ച് ചെയ്യുന്ന ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരം ചായയോടെ ഒപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ 1 കപ്പ് നിലക്കടല തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഊറ്റി വെച്ച ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും എന്തായാലും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഇട്ട് വെച്ചാലും മതി. അപ്പോൾ നമുക്കിത് സാധാരണ പരിപ്പ് വടക്കെല്ലാം നമ്മൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കില്ലേ, അതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടാലും മതി. ഞാനിതിപ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അരിഞ്ഞ് പോകരുത്. ഇങ്ങനെ തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ വടക്കെല്ലാം ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അരിഞ്ഞ് പേസ്റ്റായി പോകരുത്, അപ്പോൾ നമ്മുടെ വട ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരച്ചെടുത്തത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ജാറിലേക്ക് തന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിനായിട്ട് ഞാൻ 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ആവാം. വെളുത്തുള്ളി ഞാൻ വലിയ അല്ലി ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 4ഓ 5ഓ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് വലിയ ജീരകം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരിഞ്ഞ് പേസ്റ്റായി പോകരുത് കേട്ടോ. നമ്മൾ ചതച്ചെടുത്ത മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മളിതിൽ പച്ചമുളകും വറ്റൽമുളകും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 നുള്ളി കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഓയിലൊന്നും ഒട്ടും കുടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഓരോ വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ വടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈഡ് എല്ലാം നേരിയതായിരിക്കണം, ഉൾഭാഗം കുറച്ച് കട്ടി വേണം. ആ ഒരു വിധത്തിലാണ് നമ്മൾ സാധാരണ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സൈഡെല്ലാം കുറച്ച് തിന്നായിരിക്കണം, ഉൾഭാഗം കുറച്ച് കട്ടിയിൽ വേണം. അപ്പം ഞാൻ ഒരുവിധം എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം തീ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ചെറിയ തീയിൽ ഇത് വേണം പൊരിച്ചെടുക്കാനായിട്ട്. എന്നാലേ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇട്ട ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മറിച്ചിട്ട് കൊടുത്ത ശേഷം പിന്നെ ഇളക്കിയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇത് പൊരിഞ്ഞ് വരാനായിട്ട് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേണം കേട്ടോ. ചെറിയ തീയിൽ തന്നെ പൊരിച്ചെടുക്കണം, ടൈം എടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്, എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കടല നല്ല വെന്ത് കിട്ടുക വേണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കോരിയെടുക്കാം. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കുകയില്ല കേട്ടോ ഇത്. അപ്പോൾ ഇതാ എല്ലാം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് എത്ര വേണമെങ്കിലും കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ വീട്ടിലിപ്പോൾ ഇഷ്ടം പോലെ കാണും
നിലക്കടല നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് നിലക്കടലയും ഒക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ ഒരു തവണ വൈകുന്നേരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.